ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു സീബ്ര കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സീബ്ര കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് അളവിന് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് കുറച്ച് വലിപ്പമുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ 7 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, അതായത് നമ്മൾ 2 കപ്പ് അളവിൽ മൈദ മാവ് എടുത്ത അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായി ഒന്ന് ഫ്ലഫി ആകുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്ലഫി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മുഴുവനും ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നല്ല പോലെ ഫ്ലഫി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് മതിയാവും. അതും ചേർത്തതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. കുറേ അങ്ങ് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ എഗ്ഗിൻ്റെ കൂട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രീമി രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദയുടെ കൂട്ട്. അപ്പോൾ ഇത് കുറച്ചായി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. സ്പാച്ചില വെച്ചോ അതല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചോ നമുക്ക് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കുത്തി കലക്കി കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് അങ്ങ് താഴ്ന്നു പോകും. അപ്പം നമ്മുടെ കേക്ക് നല്ല രീതിയിലായി കിട്ടില്ല. പൊടികൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ചായി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ 2 ഭാഗമായിട്ട് മാറ്റാം. അതായത് പകുതിയാക്കി മാറ്റാം. പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ 2 ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ബാറ്ററിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില വെച്ചോ അതല്ലെങ്കിൽ നമ്മുടെ വിസ്ക് വെച്ചോ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മിൽക്കിന് പകരം പാല് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം ഞാൻ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്, ബേക്കിങ്ങിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരിത്തിരി ഓയിൽ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനിലയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ രീതിയിൽ നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും കൂടി മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ നടുക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ആദ്യം വാനിലയുടെ ബാറ്റർ ഒഴിച്ച്, രണ്ടാമത് ചോക്ലേറ്റിൻ്റെ, മൂന്നാമത് വാനില, അതുപോലെ തന്നെ രണ്ടും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ടൂത്ത് പീക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ വരഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ ടിന്നിലൊഴിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിത് ബേക്ക് ചെയ്യാനുള്ള പാത്രം നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിർബന്ധമായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.